തൊപ്പി ശരിക്കും വിളിക്കുന്ന ഒരു പേര് ഉണ്ട്, മദ്രസ പൊട്ടൻ. മദ്രസ പൊട്ടൻ അല്ലേ? അതെന്താ ശരിക്കും അങ്ങനെ വിളിക്കാൻ കാര്യം? മദ്രസ എന്ന് പറഞ്ഞാൽ മദ്രസയിൽ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ മദ്രസയിൽ പഠിച്ചോണ്ടാണ് എനിക്ക് ഇത്രയും മദ്രസ നല്ല ദർസ് എന്നൊരു സംഭവം ഉണ്ട്. അതായത് അതൊരു ജയിൽ പോലത്തെ ഒരു സംഭവമാണ്. ജയിലിൽ അതായത് നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റില്ല. അവിടെ കുറെ ഫുഡ് കിട്ടും, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ പോയി. അപ്പൊ ഞാൻ എന്തെങ്കിലും ഫുഡിന്റെ ഒരു സാധനം ഞാൻ അവിടെ കേട്ടിട്ട് പോയി. എനിക്ക് അറിയില്ല ഇങ്ങനത്തെ ഈ അറബി ഇതെല്ലാം മനപ്പാടാക്കണം എനിക്ക് തീരെ അറിയാം. ഇതിന്റെ ഇത് മാത്രം കേട്ടിട്ട് പോയതാണ്, അല്ലാണ്ട് ഞാൻ പോകുന്നില്ല. അങ്ങനെ ഓരോ ദിവസം പഠിച്ചില്ലെങ്കിൽ ചൂരിൽ 3 ചൂരിനെ കൊണ്ട് ഒപ്പം അടിയാം. അതായത് നമ്മളിപ്പോൾ 5:30 നിസ്കാരമാണെങ്കിൽ നമ്മൾ 4:30 വിളിക്കും. അതും 4:30 വിളിക്കുന്നത് എങ്ങനെ? ഓക്കെ മോനെ എണീക്കുന്ന പറഞ്ഞാൽ വിളിക്കുക. ഫസ്റ്റിന് ചൂരിനെ കൊണ്ട് അവരടിയാം. എന്നെ തോന്നിയിട്ട് 2-3 കയറി മൂക്കിനെ കൊടുത്താലും നമുക്ക് തോന്നിയിട്ടുണ്ട്. സുസ്ഥതായതുകൊണ്ട് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കായും കായ് വെച്ചൊന്നും കിട്ടില്ല. അങ്ങനത്തെ ഒരു ഇതെല്ലാം. പിന്നെ ഈ സിനിമ എന്ന് പറഞ്ഞത് എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ എല്ലാ സിനിമയും കാണും. അപ്പോൾ KGF അറിയാലോ, അത്രക്കും വലിയൊരു പടമല്ല. അങ്ങനെ അടിക്കുന്ന അവസ്ഥ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ബാത്റൂമിൽ പോകണം. ഞാൻ ശരിക്കും കളർ പറഞ്ഞിട്ട് ഞാൻ പോയത് തിയേറ്ററിലേക്ക്. അതായത് അതിന്റെ അടുത്തുള്ള തിയേറ്ററിലേക്ക് ആ ഒരു വേഷത്തിലാണ് ഞാൻ പോയത്. അങ്ങനെ തന്നെ ദർശനം ഒഴിവാക്കി. ഈ മമ്മു പറയാൻ നിങ്ങൾ കേട്ടോ, സത്യത്തിൽ ഈ സുഹൃത്തിനോട് ഒരുപാട് സ്നേഹവും അതിലേറെ സഹതാപവും തോന്നി. മമ്മു പറയുന്നൊരു കാര്യമുണ്ട്, മദ്രസ പൊട്ടന്മാരെന്ന്. അദ്ദേഹത്തിന്റെ മാത്രം ഒരു വാക്കല്ല, ഇന്ന് കേരളീയ സമൂഹം പൊതുവായി ഉച്ചരിക്കുന്ന ഒരു വാക്കാണ് മദ്രസ പൊട്ടന്മാരെന്നുള്ളത്. എന്നാൽ ഈ മദ്രസ പൊട്ടന്മാരാണ് ഇന്ന് നമ്മുടെ ഭരണകേന്ദ്രങ്ങൾക്ക് പോലും നടത്താൻ കഴിയാത്ത പല കാര്യങ്ങളും നടത്തി കൊടുക്കുന്നത്. ആയിരക്കണക്കിന് യത്തീം മക്കളെ സംരക്ഷിക്കുന്നത്. ഈ പറഞ്ഞ മദ്രസ പൊട്ടന്മാരാണ് 100 കണക്കിനായ വിധവകൾക്ക് വിവാഹം നടത്തി കൊടുക്കുന്നത്. പറയാൻ കേരളത്തിൽ നിന്ന് ഉദിച്ചുയർന്ന ഈ മദ്രസയിൽ പഠിച്ച ആലിമീങ്ങൾ ഇന്ന് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ആയിരക്കണക്കിന് പ്രവർത്തനങ്ങളുമായി പോവുകയാണ്. പറഞ്ഞാൽ തീരില്ല. പിന്നെ ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു വാക്കുണ്ട്, ഞാൻ മദ്രസയിൽ പഠിക്കാൻ പോയത് പഠിക്കാൻ വേണ്ടിയല്ല, ഭക്ഷണത്തിന് വേണ്ടിയാണെന്ന്. അദ്ദേഹത്തിനെ കളിയാക്കുന്നതല്ല, പരിഹസിക്കുന്നതല്ല. ഭക്ഷണത്തിന് വേണ്ടി പഠിക്കാൻ പോയ ഒരാളുടെ മുന്നിൽ കിതാബുകൾ കൊടുത്തിട്ട് അദ്ദേഹത്തിനോട് പഠിക്കാൻ പറയുന്നു, അദ്ദേഹത്തിന് പഠിക്കാൻ കഴിയുന്നില്ല. ആ സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന കുറച്ച് വിഷമങ്ങൾ ഈ ഇന്റർവ്യൂയിലുടനീളം പറയുന്നത് മദ്രസയിൽ നടന്ന ദുരനുഭവങ്ങളാണ്. എന്നാൽ കേരളത്തിലെ 99% മദ്രസകളിലും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നില്ല. ഞാനടക്കമുള്ള ഒരുപാട് ആളുകൾ 10-12 വർഷം മദ്രസകളിൽ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റുകൾക്ക് ഉസ്താദുമാർ ശകാരിച്ചിട്ടുണ്ട്. കാരണം മാതാവ്, പിതാവ്, ഗുരു, ദൈവം എന്നാണല്ലോ. മാതാക്കളെ പോലെ നമ്മളെ ശകാരിക്കാൻ അർഹതയുള്ള ആളുകളാണ് ഗുരുക്കന്മാർ. നമ്മളോടുള്ള സ്നേഹം കൊണ്ട്, വാത്സല്യം കൊണ്ട്, നമ്മൾ നന്നാവണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അവരങ്ങനെയൊക്കെ ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നു, ഞാൻ ബാത്റൂമിൽ പോകാൻ വേണ്ടി പോകുന്നു, എന്നിട്ട് നേരെ സിനിമയ്ക്ക് വേണ്ടി പോകുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാനുള്ളത്, ഇത്തരം കാര്യങ്ങൾ മാത്രമല്ല മദ്രസകളിൽ നടക്കുന്നത്. എവിടെയോ നടന്ന എന്തൊക്കെയോ അനുഭവങ്ങൾ. അതുകൊണ്ട് പ്രസ്താവനകൾ സമൂഹത്തിലേക്ക് പറയുമ്പോൾ സൂക്ഷിച്ചു വേണം നമ്മുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും ഉണ്ടാകേണ്ടത്.